ജെറുസലേമിലേക്കുള്ള കർത്താവിന്റെ യാത്രയിൽ ഒലിവ് മലയിൽ നിന്നും കർത്താവ് കഴുതപ്പുറത്തിറങ്ങി വരികയാ. അപ്പൊ അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോണം, അവിടെ ചെല്ലുമ്പോ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും, എന്നിട്ട് പറയണം കഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ പറയും. വരുന്ന സമയത്ത് അവർ ചോദിക്കും എന്തിനാണെന്ന്. അപ്പൊ പറയണം, യജമാനന് ഈ കഴുതയെ കൊണ്ട് എന്ത് പറയണം, ആവശ്യമുണ്ട്. എന്റെ കർത്താവിന് കഴുതയെ കൊണ്ടും ആവശ്യമുണ്ടെന്ന്. അപ്പൊ കഴുതയെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും ഭേദപ്പെട്ടവരല്ലേ. കഴുതയെ കർത്താവ് തന്റെ സുവിശേഷ യാത്രയിൽ പ്രയോജനപ്പെടുത്തെങ്കിൽ, ഒലിവ് മലയിൽ നിന്നും താഴോട്ടുള്ള തന്റെ യാത്രയിൽ, അത് കഴിഞ്ഞിട്ട് നേരെ കയറുന്നത് കാൽവരി മലയിലേക്കാണ്. ജെറുസലേമിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒലിവ് മലയിൽ നിന്നും കർത്താവ് ഇറങ്ങി ഹോസാന പാടി ഇറങ്ങി വന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് കയറുന്ന എങ്ങോട്ടാണെന്നറിയാവോ? കാൽവരി മലയിലേക്കാണ്. ഈ ഒലിവ് മലയിൽ നിന്നും താഴോട്ടിറങ്ങി ഈ ഹോസാന വീതികളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ കഴുതപ്പുറത്താണ് ഈശോ യാത്ര ചെയ്തത്. എന്നിട്ട് പറഞ്ഞെന്നാന്നറിയോ? ഈ കഴുതയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ കഴിവ് നോക്കണ്ട, ആരോഗ്യം നോക്കണ്ട, സമ്പത്ത് നോക്കണ്ട, ബുദ്ധി നോക്കണ്ട, നമ്മുടേതായ മാനുഷികമായതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. എന്റെ കർത്താവിന്റെ ആത്മാവിനിൽ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിച്ചാൽ പിന്നെ ആത്മാവ് നമ്മളെ ചലിപ്പിച്ചുകൊള്ളും. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മാവ് അതിശക്തമായിട്ട് ചലിച്ചു. ഈ ആത്മാവിന്റെ ഒരു ചലനമാണ് സെഹിയോൻ മാളികയിൽ സംഭവിച്ചതാണ് മക്കളെ നമ്മൾ ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണം. 2020 വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ മാളികയിൽ ഒരുമിച്ചുകൂടി ഭയപ്പെട്ടിരുന്ന ഒരു ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചപ്പോ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ജനത്തിന്റെ മേൽ ആത്മാവ് ചലിച്ചതാണ് ഇന്ന് ഞാനും നിങ്ങൾ 2020 വർഷങ്ങൾക്കിപ്പുറം ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഈ അപ്പസ്തോലന്മാരുടെ മേൽ ആത്മാവിന്റെ ചലനമുണ്ടായി എന്നുള്ളതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കാൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ബാക്കിയുള്ളവർ വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ മേൽ ഒരാത്മാവിന്റെ ചലനത്തിന് വേണ്ടി നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ചലിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. 2020 വർഷങ്ങൾക്ക് ഇപ്പുറവും ആത്മാവിന്റെ ചലനം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ ഓളം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ ഓളം നിന്റെ കുടുംബത്തിലും നിന്റെ തലമുറകളിലും ജനിക്കാനിരിക്കുന്ന തലമുറകളിൽ പോലും വിശുദ്ധിയുടെ ഓളം നിലനിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ള തലമുറകള് വരും നാളുകളിൽ ഈ ഇടവക സമൂഹത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. അതിന് നമ്മളിൽ ആത്മാവ് ചലിക്കണം. നമ്മളിൽ വിശുദ്ധിയുടെ ആത്മാവ് ചലിച്ചാലേ നമ്മളിലൂടെ ജനിക്കുന്ന തലമുറകൾക്ക് ഈ വിശുദ്ധിയുടെ പരിവേഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാകില്ല. അത് സംഭവിക്കണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഇതിനെ തിരുപ്പുണ്ട്. ഈ വചനം പറയുമ്പോഴും ചിലരുടെയൊക്കെ ഹൃദയത്തിന്റെ വിങ്ങൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. സ്വന്തം മക്കളെ ഓർത്ത് വേദനിക്കുന്ന, കണ്ണുനീര് കുടിക്കുന്ന ചില മാതാപിതാക്കള് ഇതിനുള്ളിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ആ മക്കൾ വീണ്ടെടുക്കപ്പെടണ്ടേ? ഇനി നമ്മുടെ ദൈവിക പരിശുദ്ധിയോടുള്ള ഒരു സമർപ്പണം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മുടെ മക്കള് ഇന്ന് ജഡികമായ അവസ്ഥയിലേക്ക് പോയതെങ്കിൽ തമ്പുരാനുവിൽ മാപ്പ് പറയണ്ടേ? വീണ്ടെടുക്കപ്പെടണ്ടേ? ഹല്ലേലൂയ. സ്വരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് ചലിക്കാൻ തുടങ്ങും. നമ്മളൊന്നും ചെയ്യണ്ട, വചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ അതിശക്തമായ ചലനമുണ്ടാകും. ആ കേൾക്കുന്ന വചനത്തോട് അമ്മ പറഞ്ഞത് എന്താ? ഇതാ കർത്താവിന്റെ ദാസി. വേറൊന്നും പറഞ്ഞില്ല. പറഞ്ഞതൊന്നും മനസ്സിലായിട്ടല്ല, ദൂതൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാക്കാൻ പറ്റാവുന്നതിനാ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു പറഞ്ഞത്. എന്നാ പറഞ്ഞു? പുരുഷന്റെ സ്പർശനം ഇല്ലാതെ നീ ഗർഭിണിയാകാൻ പോണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എത്ര സ്ത്രീകൾക്ക് ഇത് മനസ്സിലാവും? അല്ലേ? പുരുഷന്റെ സ്പർശനമില്ലാതെ ഇതാണ് മോളെ നീ ഗർഭിണിയാകാൻ പോണെന്ന് പറഞ്ഞ ബുദ്ധി കൊണ്ട് എത്ര പേർക്ക് ഇത് ആലോചിക്കാനും മനസ്സിലാക്കാനും പറ്റും? ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല.
ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾ അമ്മയ്ക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തപ്പോഴും അമ്മ എളിമപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. ഇത് പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് ചലിച്ചു, അമ്മയുടെ ഉദരത്തിൽ ആത്മാവ് ചലിച്ചു. അമ്മ ചോദിച്ചത് മനസ്സിലാകത്തുണ്ട്. അമ്മ ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ചോദ്യം ഇതല്ലേ. പല വിഷയങ്ങളെ കുറിച്ചുള്ള ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ കൂടി പോകുന്ന ചോദ്യം ഇതല്ലേ. അച്ഛൻ ഇതെങ്ങനെ സംഭവിക്കാൻ? എന്റെ മകൻ എങ്ങനെ മാറും? എന്റെ ജീവിത പങ്കാളി എങ്ങനെ മാറും? എന്റെ മാതാപിതാക്കൾക്ക് എങ്ങനെ സൗഖ്യം കിട്ടും? എന്റെ കുഞ്ഞിന് ഈ ചെറുപ്രായത്തിലെ രോഗം, ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടും? ഇതെങ്ങനെ സംഭവിക്കും? എന്റെ ഭാവി, എന്റെ നാളെ, എന്റെ കടബാധ്യതകള് ഇതെങ്ങനെ മാറും? ഇത് നമ്മുടെ മനുഷ്യ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ജീവിതത്തിന് അതുപോലെ മാനുഷികമായി ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ മനുഷ്യന്റെ ബുദ്ധി, ചിന്ത, ആലോചന ചോദിക്കും, ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പുരുഷനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, മനസ്സമ്മതം കഴിഞ്ഞോളൂ, അവിടെ മനസ്സമ്മതം കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, വാങ്ങ കഴിഞ്ഞാലേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയൊക്കെ തന്നെ അല്ലെ? അപ്പോ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അറിയുക എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ അർത്ഥം എന്ന് പറയുന്നത് പുരുഷനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുരുഷനെ അറിയുന്നില്ലല്ലോ. ടു നോ ഈസ് ടു റിലേറ്റ്, ബന്ധപ്പെടുക എന്നുള്ള അർത്ഥമാണ് ബിബ്ലിക്കൽ ലാംഗ്വേജിലുള്ളത്. അപ്പൊ ഞാൻ പുരുഷനെ അറിയുന്നില്ല, പുരുഷനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അവിടെയാണ് ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോ, ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഇത് സംഭവിക്കും. വേറൊരു ഉത്തരവില്ല. നിങ്ങളിപ്പോ എന്റെ അടുത്ത് ചോദിക്കുക, അച്ഛാ ഇതെങ്ങനെ സംഭവിക്കും? ഐ ഡോണ്ട് നോ. എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ആത്മാവ് ചലിച്ചാൽ ഇത് സംഭവിക്കും. ഇതും സംഭവിക്കും, സംഭവിക്കും. പരിശുദ്ധാത്മാവ് ചലിച്ചാൽ ഇത് സംഭവിക്കും, ഉറപ്പാണ്. അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന വിഷയങ്ങൾക്കുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ, ആത്മാവ് ചലിച്ചാൽ, പരിശുദ്ധാത്മാവ് ചലിച്ചാൽ അത് സംഭവിക്കും. എങ്ങനെ ഇത്ര ലക്ഷം രൂപയുടെ ബാധ്യത മാറും? വർഷങ്ങളായിട്ട് അധ്വാനിച്ചിട്ട് അച്ഛനൊരു വീടില്ല, മക്കളുടെ പഠനമൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, വിദേശ യാത്രകളുടെ പല പരിപാടികൾ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല, എല്ലാം തടസ്സപ്പെട്ട് കിടക്കുക, എല്ലാം അങ്ങനെ അടഞ്ഞു കിടക്കുക, ബാധ്യതയുടെ നടുവിലാ ജീവിതം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അച്ഛൻ ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കൊണ്ട് വന്നിട്ട്, അച്ഛൻ ഇതെങ്ങനെ സംഭവിക്കും? ഇത്ര ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. കാരിസ്മയിൽ 3 കോടി രൂപയുടെ ബാധ്യതയുമായിട്ടാ ഒരു സഹോദരൻ ധ്യാനം കൂടാൻ വന്നത്. ധ്യാനം കൂടാൻ വന്നപ്പോ ശരിക്കും ധ്യാനം കൂടാൻ വേണ്ടിയല്ല വന്നത്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോണ വഴിക്ക് ട്രെയിനിൽ, കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി പോന്നതാ. ട്രെയിനിലിരുന്ന ഒരു വ്യക്തി കാരിസ്മോനെ അറിയുന്നതായിരുന്നു. കോട്ടയത്ത് ഇറങ്ങിയപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കാരിസ്മോനിലേക്ക് പോ, അവിടെ പോയിട്ടൊരു ധ്യാനം കൂടും. പുള്ളി ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, നിർബന്ധിച്ചുവിട്ടു, കാശ് കൊടുത്തിട്ട് നിർബന്ധിച്ചുവിട്ടു. എന്നിട്ട് കാരിസ്മോൻ വന്നപ്പോ, ഞാനാണ് ഡ്രസ്സ്, മുണ്ടും ഷർട്ടൊക്കെ മേടിച്ചു കൊടുക്കുന്നത്, 4 ദിവസം ഇരിക്കണ്ടേ? അങ്ങനെ വന്നിരുന്ന് ധ്യാനം കൂടിയ 3 കോടി രൂപയുടെ ബാധ്യതയാ. എങ്ങനെ വീട്ടും? ആത്മഹത്യ അല്ലാതെ മുമ്പിൽ വേറെ വഴിയില്ല. ചത്ത് കളഞ്ഞാലോ എന്ന് തീരുമാനമെടുത്തിട്ട് കോഴിക്കോട് അവിടെ കിടന്ന് മരിക്കണ്ടല്ല എന്ന് കരുതി ആരും അറിയാത്ത ഒരിടത്തേക്ക് പോകാതെ വരുന്ന ട്രെയിൻ കയറിയതാ. ധ്യാനം കൂടി, വചനം കേട്ടു. പുള്ളി പോകുന്ന സമയത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ള, അച്ഛാ തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഒരു ഞാനും എന്റെ ഭാര്യയും മക്കളും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, വഴിയിൽ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും നാളെ മുതൽ. എന്നിരുന്നാൽ തന്നെയും ആത്മഹത്യ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തിട്ട് അച്ഛാ ഞാൻ ഈ ആലയം വിട്ട് തിരികെ പോകുന്നത്. ഹല്ലേലൂയ. ഒരു 3-3.5 മാസം കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ വന്നു. പേര് പറഞ്ഞു പരിചയപ്പെടുത്തി. അച്ഛൻ എനിക്ക് ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചെന്നു. എനിക്ക് ആദ്യം പറഞ്ഞു മനസ്സിലായില്ല. അച്ഛൻ എനിക്ക് ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചെന്നത് ഓർമ്മയുണ്ട്. എന്നിട്ട് അച്ഛൻ തന്നെ പറഞ്ഞു, ഇതുവരെ ഒരു ധ്യാനത്തിനും ധ്യാനകേന്ദ്രത്തിൽ വന്ന ആർക്കും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. ആ വ്യക്തിയെ വിളിക്കുന്നത്. വന്നപ്പോ 3 കോടി രൂപയുടെ ബാധ്യതയായിട്ടല്ലേ ഞാൻ വന്നേ. അച്ഛൻ അറിയാവോ, ഇന്ന് വെറും 90 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളൂ. ബാക്കി കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ 4-5 മാസം കൊണ്ട് കർത്താവ് ക്രമീകരിച്ചു. കുറച്ച് പ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു വിൽക്കാൻ, കുറച്ച് ബിസിനസ് ഉണ്ടായിരുന്നു. അതെല്ലാം അതുവരെ വിൽക്കാൻ നോക്കിയിട്ട് പോലും കെട്ടാതെ കിടന്നത്, വീട് പറമ്പെല്ലാം വിറ്റു, താമസിച്ചു കൊണ്ടിരുന്നതെല്ലാം വിറ്റുപറക്കി. പുള്ളി പറയാണ്, 4-5 മാസം കൊണ്ട് ഇനിയിപ്പോ 90 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളൂ. അതും എന്റെ കർത്താവ് എടുത്തു മാറ്റുമെന്ന് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുവെന്ന്.
ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, വചനം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ എളിമപ്പെട്ട് ദൈവവചനത്തിന്റെ മുമ്പിൽ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസൻ നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് ചലിക്കും. ആത്മാവ് ചലിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് മനോഹരമായ ഒരു സംഭവം കിടപ്പുണ്ട്. അതൊരു കടൽ തീരത്ത് നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് എളുപ്പമാണ്. ശിവൻ പത്രോസ് പറഞ്ഞു, ഞാൻ പോവാ. എങ്ങോട്ട്? മീൻ പിടിക്കാൻ പോവാ. അപ്പൊ സകല പ്രതീക്ഷയെ അസ്തമിച്ചു. വലിയ പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ആളാണ് അവന്റെ കുരിശ് കിടക്കുക, അത് മൂടിയിട്ടേക്കുക അല്ലേ. ആ പിന്നെ സകല പ്രതീക്ഷയെ അസ്തമിച്ചു. അപ്പൊ പത്രോസ് പറഞ്ഞു, താണ്ടെ ഞാൻ മീൻ പിടിക്കാൻ പോവാ. ഒരിക്കൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആര്? പത്രോസ് അല്ലെ. അവിടെയാണ് പത്രോസിനെ കർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, വാ മോനെ വാ, കുറെ നാളെ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. അവസാനം പത്രോസ് തിരിച്ച് വീണ്ടും എങ്ങോട്ട് വന്ന് മീൻ പിടിക്കാൻ പോവാ. പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോവാ, എന്റെ പ്രതീക്ഷയൊക്കെ പോയി, പ്രത്യാശയൊക്കെ പോയി, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പൊ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കുറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങളും പോന്നൊക്കെ, ഇനി ഞങ്ങളായിട്ട് ഇവിടെ എന്തിനാ നിൽക്കുന്നത്, വാ എല്ലാം കൂടി ഇറങ്ങി മീൻ പിടിക്കാൻ പോയി. എന്നിട്ട് വചനം പറയാണ്, ഞങ്ങള് നിന്നോട് കൂടെ വരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ അടുത്ത വചനം എഴുതി വെച്ചിട്ട്, ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽത്തിരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. നേരം വെളുക്കാറായി. ഒരു രാത്രി മുഴുവൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ധ്യാനമായിരുന്നു. തിരുവനന്തപുരത്ത് പോയപ്പോ അവിടെ അല്ലെ, അവിടെ അടുത്താണ് കോവളം. അവിടെ ചെന്നപ്പോ കണ്ടൊരു സംഭവമാണ്. ഈ അപ്പോഴാണ് ഞാനിങ്ങനെ വലയൊക്കെ വലിക്കുന്ന കാണുന്നത് കടലിൽ. എന്റെ ദൈവമേ, എന്തൊരു വലിക്കല അല്ലേ. ഈ സൈഡിൽ ഒരു 10-30 പേര്, ആ സൈഡിൽ അതുപോലെ തന്നെ ആൾക്കാര്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിക്കോ, ഇവര് വലിച്ച് 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 വലിച്ച്. അപ്പൊ ഞങ്ങളും അവിടെ കൂടെ ഉണ്ടായിരുന്ന കൂടെ പോയവരെല്ലാവരോടും പറഞ്ഞു, നമുക്കും കൂടി കൂടെ വലിക്കാം. അപ്പൊ അവർ പറഞ്ഞു, പോന്ന് ചേർന്നോളാൻ പറഞ്ഞു. അപ്പൊ അവരെന്തൊരു പാട്ടൊക്കെ പാടിയ ഒരു ട്യൂണിലാണ് ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ നമ്മൾ അവര് വലിക്കുന്ന സമയത്ത് തന്നെ വലിക്കണം, അല്ലെങ്കിൽ പിന്നെ ആ കറക്റ്റ് ടൈമിങ്ങിൽ അവർ വലിക്കും. അപ്പൊ ഈ സാധനം വലിഞ്ഞാൽ കയറും. അപ്പൊ ഞങ്ങളും കൂടെ നിന്നിട്ട് ഞങ്ങളും അതിന്റെ കൂടെ നിന്ന് കുറച്ചു നേരം വലിച്ച് വലിച്ച് ഇത്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ ഒന്നുണ്ട്. കാരണം ഞങ്ങൾ ചെന്ന മണിക്കൂറുകളായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പോലെ ഇങ്ങനെ അത് വലിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കും. രണ്ട് സൈഡിൽ നിന്ന് ഇവർ വലിച്ചുകൊണ്ടിരിക്കുക. പലസാധനം വലിച്ച് 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 കയറ്റി കഴിഞ്ഞപ്പോഴാണ് രാവിലെ മുതൽ 19 പേര് നിന്ന് പണിതെടുത്താണ്. ഉച്ചയാകാറായി. വലിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേ ഏതാനും കുറച്ച് മീൻ അതിനകത്തുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചു, ഇത്രയും മീന് വേണ്ടിയിട്ടാണ് ഈ 19 പേര്? എന്താ വെച്ചാൽ ചില ദിവസം ഒന്നും കിട്ടിയാലെന്ന്. ചില ദിവസം ഒന്നും കിട്ടിയാലെന്ന്. പിന്നെ കുടുംബം എങ്ങനെ കഴിയും? ചില ദിവസം കിട്ടും, ചില ദിവസം ഒന്നും കിട്ടിയാലെന്ന്. രാവിലെ മുതൽ വൈകിട്ട് വരെ 10-40 പേര് അധ്വാനിച്ചിട്ട്, അത് ചങ്കുപൊട്ടി അധ്വാനിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. നോക്കിയേ, ഇവിടെ പത്രോസും കൂട്ടുകാരും കൂടി രാത്രി മുഴുവനും, പാതിരാക്കി വൈകിട്ട് പോയതാ. എന്നിട്ട് നേരം വെളുക്കാറായി. രാത്രി മുഴുവൻ ഈ വള്ളത്തിന് ഇടത്തും വലത്തും ഇടത്തും വലത്തും മാറി മാറി വലയെറിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നും. പത്രോസിനൊക്കെ ശരിക്കും ഈ തടാകത്തിന്റെ ഒക്കെ കടലിന്റെ ഒക്കെ ആഴമറിയാവുന്നവനാണ്. നല്ല മുക്കുവനാണ്, നല്ലൊന്നാന്തരം മുക്കുവനാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ നല്ലൊന്നാന്തരം മുക്കുവനാണ്. കടലിന്റെ ആഴമറിയാവുന്നവൻ, എവിടെ എറിഞ്ഞാൽ മീൻ കിട്ടുമെന്നറിയാവുന്നവൻ. അവൻ രാത്രികാലം മുഴുവനും തന്റെ കൂട്ടുകാരോടുകൂടി വലയെറിഞ്ഞിട്ട് വചനം പറയാണ്, ഉഷസായപ്പോ കർത്താവ് ചോദിച്ചു, മക്കളെ മീൻ വല്ലതുണ്ടോ? പത്രോസ് പറഞ്ഞു, ഇതുവരെയും ഒന്നും കിട്ടിയില്ല. കാരണം പറയുന്നത് എന്താണെന്നറിയാവോ? വചനത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നറിയാവോ? ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പത്രോസ് തിരിച്ച് താൻ ഏതു വഴിയിലായിരുന്നു ആ വഴിയിൽ നിന്നും കർത്താവ് മനുഷ്യനെ പിടിക്കുന്നവനാക്കി തെരഞ്ഞെടുത്ത പത്രോസ് വീണ്ടും മീൻ പിടിക്കാൻ പോയപ്പോ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോയ വഴികളിൽ പത്രോസിന്റെ ജീവിതത്തിൽ ഒരത്ഭുതവും പത്രോസ് കാണുന്നില്ല. ഒരത്ഭുതവും സംഭവിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല.
ചിലരൊക്കെ ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് വീട്ടിലൊന്നുമില്ല. കുടുംബാംഗങ്ങളൊക്കെ 4-5 പേര് വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്, എന്നിട്ടൊന്നുമില്ല. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, പണിയാൻ പറ്റിയിട്ട്. എന്തൊരവസ്ഥ! അതുപോലെ ഒന്നുമില്ലാത്ത ജീവിതത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോവുക. അപ്പോഴാണ് കർത്താവ് അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഇപ്പൊ ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. നോക്കണേ, യേശു ഇങ്ങനെ പ്രഭാതം പൊട്ടി വീഴുന്ന സമയത്ത് ഈശോ വന്ന് നിൽക്കുക. ഇവര് നോക്കിയിട്ട് അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. കാരണം എന്താ? ദൈവത്തിൽ നിന്ന് അകന്നു. എന്റെ സ്പിരിച്വൽ വ്യാഖ്യാനമാണ്, അവിടെ കണ്ണുകൾ മൂടപ്പെട്ടു പോയി, ആത്മീയ അന്ധരായി മാറി. യേശു ഫ്രണ്ടിൽ നിന്നിട്ട് മനസ്സിലായില്ല. യേശു തൊട്ടടുത്ത് നിൽക്കുക, എന്നിട്ട് മനസ്സിലായില്ല. യേശു 3 വർഷക്കാലം കർത്താവിന്റെ കൂടെ നടന്നു. നമുക്കൊന്ന് ആലോചിച്ചേക്ക്, നമുക്കാണെങ്കിലും കുറച്ച് അകലത്തിൽ നമ്മളറിയാവും, നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, അതാണ് എന്റെ അപ്പൻ അവിടെ നിൽപ്പണം, എന്റെ അമ്മ അവിടെ നിൽപ്പണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ? ഇത് 3 വർഷക്കാലം കൂടെ നടന്നിട്ട് ഇവർക്കത് മനസ്സിലായില്ല. കാരണം അവര് ആത്മീയ അന്ധത ബാധിച്ചു പോയി, ദൈവത്തിൽ തകർന്നു, ആത്മീയ അന്ധരായിട്ട് മാറി. ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാകില്ല, വിശുദ്ധമായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, പുണ്യ ജീവിതത്തിന്റെ വില മനസ്സിലാക്കാൻ പറ്റില്ല, വിശുദ്ധ ജീവിതത്തിന്റെ കരുത്ത് മനസ്സിലാക്കാൻ പറ്റില്ല, അന്ധരായിപ്പോയി. എന്നിട്ട് അത് യേശുവാണെന്ന് അവർ അറിഞ്ഞില്ല. അപ്പോൾ യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈശോ ചോദിക്കാണ്, മക്കളെ മീൻ, അവിടെ നിന്ന് ചോദിക്കാണ്, മക്കളെ മീൻ വല്ലതുണ്ടോ? അകലെയാണല്ലോ ഇച്ചിരി. ഇത് കേട്ടിട്ട് അത് യേശുവാണെന്ന് മനസ്സിലായില്ല. നോക്കിക്കേ, നമ്മളൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ വീട്ടുകാരുടെ സ്വരം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 വർഷക്കാലം കൂടെ നടന്ന യേശു പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ മാത്രമല്ല, കാതുകളും അടയ്ക്കപ്പെട്ടു. ദൈവസ്നേഹത്തിൽ നിന്നും ഒരു വ്യക്തി അകന്നു പോകുമ്പോൾ അവന്റെ കണ്ണുകൾ മൂടപ്പെടും, കാതുകൾ അടയപ്പെടും, ഹൃദയം കഠിനമായി പോകും. അതുകൊണ്ടാണ് ഉപദേശിച്ചിട്ടൊന്നും ചില ജീവിതങ്ങൾ മാറാത്തത്, പറഞ്ഞിട്ടൊന്നും കേൾക്കാത്തത്. കാരണം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ കണ്ണുകൾ അടയും, കാതുകൾ അടയും. പിന്നെ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. നിങ്ങൾ എത്ര കണ്ടു പറഞ്ഞാൽ കാതുകൾ അടഞ്ഞു കിടക്കുക. പിന്നെ എങ്ങനെ കേൾക്കുന്നേ? കണ്ണുകൾ അടഞ്ഞ് കാതുകൾ അടയുമ്പോ ഹൃദയം കഠിനമായി പോകും. ഈ അവസ്ഥയിലാണ് അപ്പോസ്തലന്മാർ കിടക്കുന്നത്. അപ്പോഴാണ് ഈശോ പറഞ്ഞു, വള്ളത്തിന്റെ വലത്തുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, നിങ്ങള് നല്ല മീൻപിടുത്തക്കാരാന്ന് വിചാരിക്കും, നന്നായിട്ട് മീൻ പിടിക്കാൻ അറിയാവുന്നവരാന്ന് വിചാരിക്കും. അപ്പോഴാണ് ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിലെ ലോഹയൊക്കെ ഇട്ട് വരുക. അപ്പൊ നിങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങളെന്നൊരു കാര്യം ചെയ്യും, ഇപ്പുറത്ത് വലയിടാൻ പറയുകയാണ്. നിങ്ങൾ പറയും, അച്ഛന് വേറെ പണിയൊന്നുമില്ല, അച്ഛൻ പോയിട്ട് പള്ളിയിൽ പോയിട്ട് പ്രസംഗിക്കും, എവിടെ വലയിടണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അല്ലേ? തീർച്ചയായിട്ടും പറയും, ഞങ്ങൾക്കറിയാം എവിടെയാ വള്ളം മീനുള്ളത്, എവിടെയാ വല ഇറക്കേണ്ടത്, എങ്ങനെയാ വല ഇറക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഈശോ പറയാണ്, നിങ്ങൾ വള്ളത്തിന്റെ ഇവര് രാത്രികാലം മുഴുവൻ വള്ളത്തിന്റെ വലത്തും ഇടത്തും, വള്ളത്തിന്റെ 2 സൈഡല്ലേ ഉള്ളൂ അല്ലെ, വള്ളത്തിന്റെ ഇടത്തും വലത്തും മാറി മാറി വല ഇറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് കർത്താവ് വന്നിട്ട്, മക്കളെ നിങ്ങൾ വലത്തുവശത്ത് വലയിറക്കുക. പത്രോസിന് പറയാറുണ്ട്, കർത്താവാണെന്ന് പോലും അറിയത്തില്ല, മനുഷ്യതെ ഇപ്പൊ ഞങ്ങൾ അവിടെ വല ഇറക്കിയുള്ളൂ, ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എവിടെന്നാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടെടുത്ത് വന്നേക്കുന്നത്? ഒന്നും മിണ്ടിയില്ല. വചനം പറയാണ്, അവർ വലതുവശത്ത് വലയിറക്കി, അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ചില സമയത്ത് കിട്ടുന്ന അത്ഭുതകരമായ ക്യാച്ച് ഉണ്ടല്ലോ, മീൻപിടുത്തമുണ്ടല്ലോ, വലിച്ചു കയറ്റാൻ പോലും അവർക്ക് പറ്റാത്ത രീതിയിൽ മീൻപിടുത്തുണ്ടായേ. എപ്പോഴാന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞെടുത്ത് അവർ വലയിറക്കിയപ്പോൾ, ദൈവം പറഞ്ഞെടുത്ത്, ദൈവത്തിന്റെ വചനം പറഞ്ഞെടുത്ത്, ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ അവർ തയ്യാറായിടത്താണ് അത്ഭുതകരമായ മീൻപിടുത്തം ഉണ്ടായത്. അതിന്ന് സംഭവിക്കും മക്കളെ. കർത്താവിന്റെ വചനം കേൾക്കാൻ, ദൈവത്തെ ശ്രവിക്കാൻ തയ്യാറാകുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. എല്ലാ മേഖലയിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മക്കൾ, വേറെ നമ്മൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല, അസ്വസ്ഥപ്പെടേണ്ടതില്ല. നമ്മൾ എന്ത് വില കൊടുത്തും വചനം കേൾക്കാം, അത്രേ ഉള്ളൂ. വചനം കേൾക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ, എന്റെ കർത്താവിനെ കേൾക്കാനാണ് ഞാൻ പോകുന്നത്. എന്റെ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിടാൻ പറഞ്ഞു, ഞാൻ വലതുവശത്ത് വലയിടും, ഉറപ്പായിട്ട് എനിക്ക് അത്ഭുതം നടക്കും, മീൻ കിട്ടും എന്ന് പറയുന്ന പോലെ എന്റെ കർത്താവ് പറഞ്ഞത് അതുപോലെ കേട്ട് ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ ഈ ദിവസങ്ങളിലുണ്ടല്ലോ, എല്ലാ മേഖലകളിലും അത്ഭുതം ഉണ്ടാവും. എല്ലാ മേഖലയിലും വിശുദ്ധ ജീവിതത്തിന്റെ മേൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവും. ഇന്ന് വരെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യമായി നിന്ന
ചില ജീവിതങ്ങളെ കർത്താവ് വിശുദ്ധിയുടെ അങ്ങേയറ്റത്തേക്ക് കൈപിടിച്ചുയർത്തും. പ്രാർത്ഥിക്കാൻ പോലും പറ്റാതിരുന്ന ജീവിതങ്ങളെ പ്രാർത്ഥനയുടെ മനുഷ്യരാക്കി ദൈവം മാറ്റും. സ്നേഹിക്കാൻ വിസമ്മതിച്ചിരുന്ന ജീവിതങ്ങളെ സ്നേഹം കൊണ്ട് പുതിയ അനുഭവം കർത്താവ് തരും. ഇതെല്ലാം ആത്മാവിൽ സംഭവിക്കുന്ന വിടുതലുകളാണ് വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ.